ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ പരിമള തൈലമൊഴിച്ച് മുടി കൊണ്ട് തുവർത്തി ചുംബിച്ച ഒരു സന്ദർഭത്തെക്കുറിച്ച് സുവിശേഷത്തിൽ 3 സുവിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്: മത്തായി, മർക്കോസ്, ലൂക്കോസ്. എന്നാൽ തത്തുല്യമായ ഒരു സംഭവം യോഹന്നാൻ 12-ാം അധ്യായത്തിലും സൂചിപ്പിക്കുന്നുണ്ട്. അത് മഗ്ദല മറിയയാണെന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ശിമോന്റെ വീടെന്ന് പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു വ്യത്യസ്തമായ സംഭവമാണെന്നും മറ്റു 3 പേരും രേഖപ്പെടുത്തിയത് ഒരു സംഭവമാണെന്നും പൊതുവെ മനസ്സിലാക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ തിരിച്ചറിവുകൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പക്ഷെ പൊതുവെ ഉള്ളൊരു കാഴ്ചപ്പാടാണ് ഞാനീ പറഞ്ഞത്. ഒന്ന്, മഗ്ദലക്കാരി മറിയ ചെയ്ത പ്രവൃത്തി യോഹന്നാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യോഹന്നാൻ 12-ാം അധ്യായത്തിൽ. മറ്റൊന്ന് 3 സുവിശേഷകരും രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിൽ ലൂക്കോസിൽ 7-ാം അധ്യായത്തെ വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കാനും സംസാരിക്കാനും പോകുന്നത്. മറ്റു 2 പേരും പറഞ്ഞേക്കുന്നതെന്ന് ഒരു വാക്യം മാത്രം ഞാൻ അതിൽ നിന്ന് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വായിച്ച് കേട്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണത്തിനിരുന്നു. ആ കൂട്ടത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കാൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശീമോനെ, നിന്നോടൊന്നും പറവാനുണ്ടെന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലുമെന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്നൊരുത്തിന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവർ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് കൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എത്രത്തോളം പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഈ ദൈവവചന ശുശ്രൂഷയെ എത്രത്തോളം സീരിയസ് ആയിട്ട് ഓരോരുത്തരും എടുക്കുന്നുണ്ടോയെന്ന് എനിക്ക് പലപ്പോഴും പ്രയാസം തോന്നാറുണ്ട്. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിലുള്ളതൊന്നും എന്നോട് പറയാത്തത് കൊണ്ടും ഒക്കെയാണ് കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ വിലയിരുത്തി കുറ്റം വിധിച്ചു എന്നൊന്നും ആരും പറയരുത്. എങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ പറയുന്നു എന്നേ വിചാരിക്കാവൂ. വളരെ സ്പെസിഫിക്കായിട്ട് ചില ആഴ്ചകൾ ഞാൻ പറയാറുണ്ട്, വരാത്തവരിത് കേൾക്കാൻ പറയണം. ചിലരോട് ഞാൻ 1-2 സന്ദർഭങ്ങളിലൊക്കെ പറഞ്ഞു, ഇന്ന ആഴ്ചത്തെ മെസ്സേജ് കേൾക്കണം, കേട്ടതിന് ശേഷം എന്നെ വിളിച്ച് പറയണം കേട്ടു. യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ പറയുന്നത് പിന്നെ പ്രയാസമാണെന്ന് തോന്നുന്നു. കാര്യം അവർ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പിന്നെ വരത്തുമില്ല. അത് സ്വാഭാവികമായിട്ട് ഒരു ജോലി സ്ഥലത്ത് ഞാൻ ഈ പറയുന്നതിൻ്റെ പിറ്റേ ആഴ്ച ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണോ അതോ എനിക്കറിയത്തില്ല, പൈശാചികമായൊരു പ്രവൃത്തിയാണോ അതോ ദൈവികമായ പ്രവൃത്തിയാണോ, എനിക്കൊരു തീർച്ചയുമില്ല. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഇവരെ വിളിയെന്ന് പറഞ്ഞാൽ പാസ്റ്റർ അമ്മാവാന്നാണ്. ഈ കാര്യം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച ഒരാളുണ്ട്, ആളിനെ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞാൽ ഡബിൾ ടൈറ്റിലാണ് വിളിച്ചേക്കുന്നത്. ആദ്യത്തെ അമ്മാവൻ, പിന്നെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇരട്ടി ബഹുമാനം. ഇത് പൊരുത്തപ്പെടാത്തൊരു സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇല്ലായിരിക്കും.
എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഇവർക്കൊരു പ്രാർത്ഥന അപേക്ഷയുണ്ട്. മിക്കവാറും ഈ പ്രാർത്ഥന അപേക്ഷയും ഞാൻ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് കേൾക്കുന്നതും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രയാസം ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഒരാളുമായിട്ട് ഒരു പ്രയാസവും മനസ്സിൽ വയ്ക്കാറില്ല. ബഹുമാനം വേണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമില്ല. കഴിയുന്നിടത്തോളം ഇതൊക്കെ ഒഴിവാക്കാറേ ഉള്ളൂ. ഹൈ പ്രൊഫൈൽ സംഗതികളായിട്ട് എന്ത് വരുന്നെങ്കിലും ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി യാത്രാ വിവരണങ്ങൾ പോലും എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എഴുതാത്തതിൻ്റെ കാരണം ഇത്രയും സ്ഥലങ്ങളിൽ യാത്ര ചെയ്തെന്നുള്ള ഒരു പൊങ്ങച്ചം പറഞ്ഞു എന്നുള്ള തോന്നൽ മറ്റാർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. ഒരു സോഷ്യൽ മീഡിയ ഫിഗറൊക്കെ ആകാനുള്ള ഒരു വകുപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാലും അതൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇപ്പോഴും ആഗ്രഹമുണ്ട് പലതും ചെയ്യണം. പക്ഷേ അതിനകത്ത് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും പ്രാർത്ഥനയിലിരിക്കട്ടെ. കാര്യം ദൈവവചനം കേൾക്കാതെ ആരും ആത്മീയരായിട്ട് വളരാൻ സാധ്യത കുറവാണ്. കാര്യം വചനം ദൈവമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ജഡമായി തീർന്നവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് വചനം ജഡമായി തീർന്നതാണ്. നമ്മളിവിടെ വായിച്ച ഒരു സ്ത്രീയുണ്ട്, ശിമോനുണ്ട്, യേശുവുണ്ട്, പിന്നെ കുറച്ച് ആൾക്കാരുമുണ്ട്. സ്ത്രീയുടെ പേര് നമുക്കറിയില്ല, ദൈവത്തിന് സ്വാതന്ത്ര്യം. നമുക്കിവിടെ അവർ രണ്ടുപേരെയും ആത്മീയ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. സ്ത്രീ ഇവിടെ തൻ്റെ വിശ്വാസം, ആ വിശ്വാസത്താലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ശീമോൻ അത്ര ഒരു നന്ദിയൊന്നും തോന്നുന്നതായിട്ട് നമുക്ക് അവിടെ വായനയിലില്ല. പൊതുവെ ഈ സ്ഥലത്ത് ഈ ഗസ്റ്റ് പാസ്റ്റർമാരെ ഒരു സഭയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നമുക്ക് ആ ശീലമില്ലാത്തതുകൊണ്ട് നമുക്കത് പരിചയമില്ല. താമസിപ്പിച്ചു കഴിഞ്ഞാൽ ആ ചർച്ചിലുള്ള ഓരോരുത്തരും ഈ പാസ്റ്ററെ ഓരോ സമയങ്ങളിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കും. കാര്യം ഈ ഭക്ഷണത്തിന്റെ ആ ഒരു ഭാരം ഒരാൾക്ക് തന്നെ വരണ്ട എന്നൊക്കെ വിചാരിച്ചാണ്. കാര്യം ഒരു ഗസ്റ്റിന് ഭക്ഷണം ഒരുക്കുമ്പോൾ എന്തായാലും സാധാരണ നമ്മളെ വീട്ടിലുള്ള പഴങ്കഞ്ഞിയോ അല്ലെങ്കിൽ പഴയ കൂട്ടാനോ എടുത്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതൊരു എല്ലാവർക്കും ഒരു ഇച്ചിരി ജോലി കൂടുതലുള്ള സംഗതി തന്നെയാണ്. അപ്പം അതുകൊണ്ട് പല വീടുകളും അത് ഷെയർ ചെയ്യും. ഇങ്ങനെ പോകുന്ന പാസ്റ്റർമാർക്ക് കൊടുക്കുന്ന ആ ടേബിളിന്റെ ഒരു 3-4 ഫോട്ടോ ഫേസ്ബുക്കിൽ നിങ്ങൾ തപ്പിയെടുത്താൽ തന്നെ കാണും. ഈ സംഗതി ഈ ടേബിളിലുള്ള സാധനങ്ങൾ നോക്കണം. നാട്ടിൽ പാസ്റ്റർ ആ ലെവൽ എവിടെ നിൽക്കുന്നോ അതനുസരിച്ച് ഈ ടേബിളിലുള്ള ഐറ്റങ്ങൾക്ക് വ്യത്യാസം കാണും. അപ്പൊ ഇതുപോലെ ഒരു ചടങ്ങ് നിർവഹിക്കാൻ ചെയ്തതുപോലെ നമുക്ക് തോന്നും. കാരണം ശിവന് വലിയ വികാരമൊന്നുമില്ല. എന്നാൽ ശിവന് പ്രത്യേകം ചില സംഗതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആളാരാന്നെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കണം എന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ശിമോന്റെ ചില അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ്, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കണക്കൂട്ടലിൽ എന്താക്കി, ഇദ്ദേഹം ഒരു പ്രവാചകനല്ല എന്ന് വിലയിരുത്തി കഴിഞ്ഞു. എന്താണ് കാര്യം? സ്ത്രീ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് തൊടുന്നു. പൊതുവെ പുരുഷന്മാർക്കുള്ളൊരു പ്രശ്നമാണിത്. ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ ദേഹത്ത് തൊടുമ്പോൾ മിക്കവാറും പുരുഷന്മാർക്ക് ഒരു ചെറിയ പ്രയാസം ഉണ്ടാകും. ഇവിടെ ഇദ്ദേഹത്തിന് ആ പ്രയാസം ഉണ്ടായി. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താ ഈ സ്ത്രീ എന്താന്നാ പറഞ്ഞത്? പാപിയായ സ്ത്രീ. അതിനെന്താ കുഴപ്പം? പാപിയെ തൊട്ടൂടെ? പാപിയെ മീറ്റിങ്ങിന്റെ വെച്ചൊക്കെ തൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ സ്ത്രീ ചുംബിക്കുന്നുണ്ട്. അത് പിന്നെ അതിലും പ്രശ്നമായി. ഒരു ശിമോന്റെ മനസ്സിൽ ഇതൊരു ഇറോട്ടിക് ബിഹേവിയറാണ് എന്ന് പറഞ്ഞാൽ, കൃത്യമായി ഇറോട്ടിക് എന്ന് പറഞ്ഞാൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന ഒരു ബിഹേവിയറാണ്. ശിമോന് മനസ്സിലാവാത്തൊരു സംഗതി യേശുക്രിസ്തു പറഞ്ഞു. എന്താണ്? ഞാൻ ഈ സമയത്ത് അടക്കാൻ പോകേണ്ട ശവമായിട്ട് മാറിയെന്ന്. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ശിമോന്റെ മനസ്സിൽ തോന്നിയത് ആർക്ക് തോന്നിയില്ലെന്ന്? യേശുവിന് തോന്നിയില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല, യേശുക്രിസ്തു പറഞ്ഞു, എന്താ, ഇവള് എന്നെ അഭിഷേകം ചെയ്തതാന്ന് പറഞ്ഞു. എന്റെ ശവസംസ്കാരത്തിനായിട്ട് ശവമാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതോ ശരീരം ജീവിച്ചിരിക്കുന്നതിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്? ശവശരീരമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു യഥാർത്ഥ ദൈവപൈതലിന്റെ വികാരമാണ് ആ പറഞ്ഞത്.
ഹൃദയത്തിന്റെ വികാരത്തിന് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇത് നമ്മൾ മറന്നുപോകും. ന്യായമായിട്ടും യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. ഈ ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞ സമയത്ത് ജനിച്ചു, പറഞ്ഞ സമയത്ത് മരിക്കാൻ പോകുന്നു. പറഞ്ഞതുപോലെയൊക്കെ അനുഭവിച്ച്, പറഞ്ഞതുപോലെയൊക്കെ പ്രവർത്തിച്ച്, പ്രവാചകന്മാർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്ത് ആ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയി മരിച്ചു പോയിട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഈ ആളിന്റെ ഒരു അഭിഷേകം നടക്കണമെങ്കിൽ ന്യായമായിട്ട് എവിടെ വെച്ചാണ് നടക്കേണ്ടിയിരുന്നത്? ഈ ആളിന്റെ ഒരു അഭിഷേകം നടക്കണമെങ്കിൽ എവിടെ വെച്ചാണ് നടക്കേണ്ടിയിരുന്നത്? യെരുശലേം ദേവാലയത്തിൽ വെച്ചാണ് നടക്കേണ്ടിയിരുന്നത്. ശരിയാണോ? ആരായിരിക്കും അത് ചെയ്യേണ്ടത്? അവിടുത്തെ മഹാപുരോഹിതനായിരിക്കണം അത് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ യേശുക്ക് എവിടോട്ട് താഴോട്ട് ഇറങ്ങി വന്നാണ്. ഇന്നത്തെ സമൂഹത്തിന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അശുദ്ധ എന്ന് ലോകം പേര് കുത്തിയ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അഭിഷേക തൈലം സ്വീകരിച്ചു തന്റെ ശവസംസ്കാരത്തിനായിട്ട്. അവളുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി. ദൈവത്തിന് സ്തോത്രം. ശിമോനോ ന്യായമായിട്ട് ചെയ്യേണ്ടത് പോലും ചെയ്യാതെ ദൂരോട്ട് മാറി നിൽക്കുക. ന്യായമായിട്ടും ചെയ്യേണ്ട സ്വീകരണം പോലും ചെയ്യാതെ മാറി നിൽക്കുക. യേശുക്രിസ്തു നേരത്തെ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ദൈവാലയത്തെക്കാൾ വലിയവൻ. നമ്മൾ ഈ പ്രസൻസ് ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യാറുണ്ടോ? ഇങ്ങനെ നമുക്ക് തോന്നാറുണ്ടോ ഈ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ടോന്നോ? ഞാനൊരു വാക്കെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ല. നമ്മളിവിടെ വന്ന് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വേദിയിലിരിക്കുന്നവർ പോലും ഓരോ കാര്യങ്ങളിലും ഇൻവോൾവാണ്. പാട്ട് പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എങ്കിലും ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ആ വരവ് ഇങ്ങനെ ആയിരിക്കുമായിരുന്നു. നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കുമായിരുന്നു. നമ്മളുടെ ബാക്കി എല്ലാ രീതി, ഞാൻ ഓരോ നേരത്തിൽ പോകുന്നില്ല. അതിന്റെ ഭാഗ്യാവസരം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് എങ്ങനെ ആയിരിക്കും? നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പ്രോജക്റ്റുകൾ മനസ്സിലില്ലേ? ഉണ്ട്. നിങ്ങൾക്കൊരു വീട് വയ്ക്കണം, വീട് വെച്ചവർക്ക് അതിനകത്ത് കട്ടിൽ വാങ്ങിക്കണം, കട്ടിൽ വാങ്ങിച്ചവർക്ക് അതിനകത്തൊരു പെണ്ണിനെ വേണം. ഇതെല്ലാം നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലേ? എന്നാൽ ഞാനായിരിക്കുന്ന ദൈവസഭയിൽ യാത്രാ സൗകര്യത്തിനൊരു പ്രശ്നമുണ്ട്. എനിക്കൊരു ലൈസൻസ് വേണം, എനിക്കൊരു വണ്ടി കൂടെ കിട്ടിയാൽ ഞാനൊരു 3 പേരെ കൂടെ കൊണ്ടുവരാം. അതൊക്കെ നഷ്ടമല്ലേ ബ്രദറെ? എനിക്ക് ഫാമിലിയും ഇല്ല, ഞാനിവിടെ ഒരു വണ്ടി എടുത്ത് എന്തോ ചെയ്യാനാ മൊബൈൽ ചോദിച്ചാൽ പറഞ്ഞത്. ദൈവത്തിന്റെ സ്വരം. ഇങ്ങനെ ചിന്തിച്ചവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്, എനിക്കറിയാം. ഈ കൂട്ടത്തിലും ഉണ്ട്. ഇന്നിവിടെ ഇല്ലെന്നേ ഉള്ളൂ. ദൈവത്തിന്റെ സ്വരം. ദൈവാലയത്തെക്കാൾ വലിയവനുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത് എന്നുള്ള ബോധ്യം. ദൈവത്തിന് സ്വന്തം. ആ ദൈവത്തിന്റെ തിരിച്ചറിവിന്റെ പ്രത്യേകത, നമ്മളെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ തിരിച്ചറിവിന്റെ പ്രത്യേകത. ശിമോന്റെ ഒരുവിധം നല്ലൊരു വീടായിരിക്കും നമുക്ക് കരുതാം. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ശിമോൻ നല്ലൊരു ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് ഇത്രയും പേർക്കും. ഇതൊരു ചാരിറ്റി പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചൊന്നും കിട്ടുന്ന സംഗതിയല്ല. അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇടത്തരക്കാരനെങ്കിലും ആണെന്ന് നമുക്ക് പരിഗണിക്കാം. ഞാൻ വലിയ ധനമാനൊന്നും നോക്കുന്നില്ല. അദ്ദേഹം കുഷ്ഠരോഗം സൗഖ്യമായ ആളാണെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഈ ആളിന്റെ ഈ ഭക്ഷണവും ഈ ആളിന്റെ ബാക്കിയുള്ള എല്ലാ ക്രമീകരണവും പ്രത്യേകിച്ചൊരു ഗുണവും അദ്ദേഹത്തിന് നൽകിയില്ല. എന്നാൽ ഇദ്ദേഹത്തിന് പോലും ബഹുമാനിക്കാൻ തോന്നാത്ത, അകത്തോട്ട് കയറ്റാൻ പോലും തോന്നാത്ത ഒരാള്, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ട് യേശുവിന്റെ സന്നിധിയിൽ വന്നു. നമ്മുടെ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, അവന്റെ അടുത്തോട്ട് ആർക്കെങ്കിലും ചെല്ലണമെന്നുണ്ടെങ്കിൽ ലോകത്ത് ആരോട് ചോദിക്കണം.
നിങ്ങളെ തടയാൻ ഇവിടെ ഒരു ശക്തി ഉണ്ടാവത്തില്ല. അത് അവൻ എവിടെ ഇരുന്നാലും. സഭയിൽ ഒരാളെ പുറത്താക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം, ആലോചിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പ്രവൃത്തിയാണോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്നയാള് സകല ശുശ്രൂഷകളും കയ്യേറി. ഞാനൊരു പ്രയോഗം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സറോഗേറ്റ് ഹോസ്റ്റ് എന്നാണ് പറഞ്ഞ പ്രയോഗം. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആതിഥേയനെ മാറ്റി ഈ സഹോദരി അവിടുത്തെ ആതിഥേയായി ആ ഹോസ്റ്റ് എന്ന് പറഞ്ഞ ആ പൊസിഷനിൽ നിന്ന് മാറി. പൈസ ചെലവാക്കിയ ആരാ? ശിമോന. പ്രയോജനം കിട്ടിയ ആർക്കാ? ഈ സ്ത്രീക്കാ പ്രയോജനം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു ശുശ്രൂഷ ചെയ്യാൻ ഒരു സ്ത്രീയെ യോഗ്യയാക്കിയ അപ്പൊ ആ ഹൃദയത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചു. എത്ര പേര് ആഗ്രഹിച്ചു? നമുക്കറിയാം, ഇതിലും കൂടുതൽ നാൾ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവര് ഉണ്ടായിരുന്നു അല്ലേ? മറിയയും ഒക്കെ ഇതിനൊന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ അവർക്ക് അവസരം കിട്ടിയില്ല. അവര് തൈലമായിട്ടൊക്കെ പല ദിവസങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ച് ഒരുങ്ങിയിരുന്നൊക്കെ പോയതാണ്. അവർക്ക് അതിലും മറ്റൊരു അവസരമാണ് ലഭിച്ചത്. പക്ഷെ ഈ അവസരം ലഭിച്ചില്ല. ഇത് ദൈവം കൊടുക്കാൻ തയ്യാറായത് പേരറിയപ്പെടാത്ത, മറ്റുള്ളവർ മോശപ്പെട്ടവൾ എന്ന് ചിത്രീകരിച്ച ഒരാൾക്ക് വേണ്ടിയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ സമൂഹത്തിലിരിക്കുന്ന എല്ലാവരുടെയും പ്രതിഷേധം നിലനിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് യേശുക്രിസ്തു ഇത് ചെയ്യുന്നത്. പല കാരണങ്ങളും, അതിന്റെ എല്ലാ വികാരങ്ങളും ഞാൻ പല സമയത്തായിട്ട് പറഞ്ഞു കഴിച്ചപ്പോൾ തന്നെ ഈ എല്ലാ വികാരവും ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശുക്രിസ്തു അവസാനമായിട്ട് പറയുന്നത് അവളുടെ പാപങ്ങൾ. ഇതിനു മുമ്പ് ഈ ശിമോന്റെ ചിന്താഗതി അറിഞ്ഞ് അവൻ അറിയേണ്ടത് പ്രവാചകനാണെന്നല്ലേ ദൈവത്തെ പരീക്ഷിക്കാൻ നിൽക്കുന്നത്. ഇച്ചിരി ആലോചിച്ചു വേണം. അതൊരുപാട് പേർക്ക് അനുഭവമുണ്ട്. എങ്കിലും ഞാൻ പിന്നെയും ഓർപ്പിച്ച് പറയുകയാണ്, ചിലപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രവർത്തികൾ, ഞങ്ങളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി അലോസരം തോന്നും, അല്ലെങ്കിൽ ഇവൻ ആരാ ഇതൊക്കെ പറയാനെന്ന് തോന്നും. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളോടുള്ള വികാരം പ്രശ്നമല്ല. പക്ഷേ ഈ വചനത്തോട് കാണിക്കരുത്. ഇത് പോകുന്ന വഴിക്ക് എന്നോടോ ഫുട്ബോൾ കിടക്കുമ്പോൾ അതെടുത്ത് വണ്ടിയിലോട്ടൊക്കെ അടിച്ച് തെറിപ്പിച്ചൊക്കെ വേണമെങ്കിൽ പോയാലും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം അതിനകത്തൊരു ഫുട്ബോളിന്റെ പാട് കണ്ടു കേട്ടോ. നെഞ്ചുവേനയും തുടങ്ങി. ഈ പ്രായത്തൊക്കെ നെഞ്ചുവേന തുടങ്ങിയാൽ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവത്തോട് കാണിക്കരുത്, വചനത്തോട് കാണിക്കരുത്. ഇദ്ദേഹം പ്രവചനം പറയുമെന്ന് വിചാരിച്ചാൽ നോക്കിയത്. പ്രവചനം കൃത്യമായിട്ട് കിട്ടി. നിന്റെ മനസ്സിരിക്കുന്നത് ശരിയല്ല, ഈ സ്ത്രീ ശരിയല്ല, ഞാനും ശരിയല്ല എന്നാണ് നീ വിചാരിച്ചു വരുന്നത്. പക്ഷെ അതല്ല, നീയാണ് ശരിയല്ലാത്തത്. നിന്റെ വിചാരം എന്താണെന്നുള്ളത് ഒരു ചെറിയൊരു ഉപമ പ്രകാരം അങ്ങ് പറഞ്ഞു. എന്താ? അധികം ഇളച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കും. ഒരു സമൂഹം ഉണ്ടാക്കുന്ന ഒരു വികാരമുണ്ട്. കഴിഞ്ഞ ദിവസം മനസ്സിലായി ഇവിടെ മറ്റൊരു സംഗതി പോലെ ഈ സോഷ്യൽ പ്രഷർ എന്ന് പറയുന്ന സംഗതിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ മീറ്റിംഗ് ഒരിച്ചിരി താമസിച്ചു, അല്ലെങ്കിൽ രണ്ടുമൂന്ന് പേര് താമസിച്ചെന്നുള്ളതല്ല, ആ പ്രയോഗം തന്നെ ശരിയല്ല. രണ്ടുമൂന്ന് പേര് ഇച്ചിരി സാക്ഷ്യം കൂടുതൽ പറഞ്ഞു. അപ്പോൾ ഡിന്നി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഡിന്നിക്ക് അന്ന് 2:30 ജോലിയുണ്ട്. അപ്പോൾ ഡിന്നി ഇത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി തിരക്ക് കാണിക്കും. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ദിവസം ഈ മീറ്റിംഗ് ഇച്ചിരി താമസിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തന്നെ നമുക്കൊരു പ്രഷർ തോന്നുന്നത് എന്താ, ഡിന്നിക്ക് ചിലപ്പോൾ പോകണമായിരിക്കും, നമുക്ക് എന്തായാലും പെട്ടെന്ന് അടിച്ചുകൂട്ടി പ്രാർത്ഥിക്കാമെന്ന് തോന്നും. ഇതാണ് ആ സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സോഷ്യൽ പ്രഷർ ഈ സഹോദരിയുടെ മേലുണ്ട്. എന്താ? അവൾ വൃത്തികെട്ടവളാണ്. ശിമോന്റെ മേലുണ്ട് ഒരു സോഷ്യൽ അഡ്വാൻസ്. എന്താന്ന് ചോദിച്ചാൽ ശിമോൻ മാന്യനാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഇത് വിലയിരുത്തുന്ന എവിടെ നിന്നാണെന്നറിയാം. നമ്മൾ ആദ്യം കുറെ പാപങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ചർച്ചിനും പ്രത്യേകമായ ലിസ്റ്റുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് കത്തോലിക്ക പള്ളിയിലോട്ട് ചെന്നാൽ അവിടെ പുകവലി ആ ലിസ്റ്റിലില്ല, ക്ഷമിക്കണം, ഇപ്പോൾ ഉണ്ടെങ്കിൽ. എന്നാൽ പെന്തക്കോസ്ത് പള്ളിയിലോട്ട് ചെന്നാൽ പുകവലിക്കാൻ പാടില്ല. വേറെ വിറകടുപ്പുള്ള അടുപ്പ് ഉപയോഗിക്കുമ്പോൾ പോലും ചിമ്മിനി ഉണ്ടാകുന്ന നിർബന്ധമായിരിക്കണം. നീ പെന്തക്കോസ്തിലല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അറിയാത്തത്.
മനസ്സിലാവുന്നില്ലേ? ഈ ലിസ്റ്റിലുള്ള കൂടുതൽ ഐറ്റം ചെയ്തയാള് വലിയ പാപിയും കുറച്ച് ഐറ്റം ചെയ്തയാള് ചെറിയ പാപി. ഈ ഫീലിംഗ് മനസ്സിൽ വന്നു കഴിയുമ്പോൾ ഈ വലിയ പാപിക്ക് ഒരു സോഷ്യൽ പ്രഷറുണ്ട്. എന്താണ്? നീ കൊള്ളരുതാത്തവൻ, നിന്നെ ഞങ്ങളൊന്നും കൂട്ടത്തില്ല, നീ ഞങ്ങളുടെ ദേഹത്ത് തൊടുപോലും ചെയ്യരുത്, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നീ വരരുത്, അതിനുപോലും നീ കൊള്ളത്തില്ല. ഈ പ്രഷർ വന്നു കഴിയുമ്പോൾ ഈ ആളിന് എന്ത് ചെയ്യും? ദൈവത്തോടുള്ള സ്നേഹം കൂടും. ഇതാണ് ആ സ്ത്രീക്ക് കൂടിയത്. മറ്റേ ആൾക്ക് ലോകം തന്നെ അദ്ദേഹം ശീമ നീ നല്ല, നീ ഇപ്പൊ യേശുവിന് ചോറൊക്കെ കൊടുക്കില്ല, അപ്പൊ എന്തായാലും യേശു നിന്നെ സ്വർഗത്തിലോട്ട് പരവതാനി വിരിച്ച് കയറ്റും എന്ന് പറഞ്ഞ് നാട്ടുകാരൂടെ പൊക്കി വെച്ചേക്കുമ്പോൾ അച്ഛൻ നല്ലവനാന്നൊക്കെ പറഞ്ഞ് അടിച്ചു പോകുന്ന ഭാഷമാരെ കേട്ടില്ലേ? 2 സ്വോത്രം വെച്ച് കൊടുത്താൽ മതി, കൺവെൻഷൻ അടിച്ചു പോകും. ഒന്നും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കേരളത്തിലെ ഏതെങ്കിലും പെന്തക്കോസ് അവിടെ ഹെഡ് ഓഫീസിൽ നിങ്ങൾ ഒരു 30,000-40,000 രൂപ കൊണ്ട് അടച്ചു വെച്ചിട്ട് സ്വോത്രം വെച്ചോ എന്ന് പറഞ്ഞ് 2 തവണ ചെയ്താൽ 3 തവണ പ്രധാന ഒരു കാര്യം ചെയ്യും, അടുത്ത ജനറൽ കൺവെൻഷൻ കാരണം നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മാസവും ഇതുപോലെ ഇനി പോരട്ടെ. അല്ലാതെ നിങ്ങളെ നല്ലവനാക്കൊന്നുമല്ല, ഇതൊരു മാർക്കറ്റിംഗ്. അപ്പൊ ഈ സമൂഹം ഇദ്ദേഹത്തെ പറഞ്ഞ് നല്ലവനാക്കി വെച്ചേക്കുക. അതുകൊണ്ട് ഇദ്ദേഹത്തിന് യേശുവിന് അത്ര വില തോന്നുന്നില്ല. പക്ഷെ ഈ സഹോദരിക്കുണ്ടല്ലോ, സോഷ്യൽ അക്സെപ്റ്റൻസ് ഒട്ടുമില്ല. അവർക്ക് ആകെ ഉള്ള പ്രതീക്ഷ, വിശ്വാസം ആരില്ല? യേശു ക്രിസ്തുവിൽ. അത് അവർക്ക് വരുമ്പോഴേ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു അവളോട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശീമോനോട് പറയുകയാണ് അവളുടെ പാപം നേരത്തെ ക്ഷമിച്ചു കഴിഞ്ഞു എന്ന്. അവൾ ആ വിശ്വാസവും അതിന്റെ കോൺഫിഡൻസും എന്താണെന്ന് ആലോചിച്ച് ചോദിക്കും. പ്രത്യേകിച്ച് ഇങ്ങനൊരു വേദിയിൽ വന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവളുടെ ആത്മാവിൽ അത്രത്തോളം ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടായിരിക്കണം ഇങ്ങനൊരു കാര്യം വന്ന് ചെയ്യുകയും അത് യേശു ക്രിസ്തു അങ്ങനെ തന്നെ പുകഴ്ത്തുകയും ചെയ്തു. ദൈവത്തിന് സ്വാഗതം. മർക്കോസ് 14:8 വായിച്ചു. അവൾ കല്യാണാവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിച്ചിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിച്ചു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് മതി. ദൈവത്തിന് സ്വാഗതം. നമ്മൾ മത്തായില് വായിച്ചു, അത് മർക്കോസ്. മത്തായിൽ ഇതേ വാക്യമുണ്ട്, വായിക്കേണ്ട. ആർക്കെങ്കിലും റെഫറൻസ് വേണം ഞാൻ പിന്നെ എടുത്തത്. ഞാൻ ലൂക്കോസിൽ ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ മറ്റു ഭാഗത്തു നിന്ന് വായിച്ചത്. മനസ്സിലായി? ലൂക്കോസിൽ ഈ കാര്യം പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ എല്ലാം ഒന്നാണെന്ന് പറയുന്നതിന്റെ കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് തന്നെയാണ്. ശീമോന്റെ വീട്ടിൽ നിന്നും ഈ 3 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്വാഗതം. ഇനി നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സമൂഹമാണ് തീരുമാനിക്കുന്നത് നമ്മുടെ വിലയുള്ള എന്താണ്. പലപ്പോഴും ആ സമൂഹം പറയുന്ന വിലയുള്ള കൊടുത്തു കഴിഞ്ഞാൽ സമൂഹം അംഗീകരിക്കും, നമ്മളും തൃപ്തരായിട്ട് പോകും. അങ്ങനെയല്ല, ഓരോരുത്തരുടെയും വില അവരവരാ തീരുമാനിക്കേണ്ട വിലയുള്ള എന്താണ്. കാര്യം എനിക്കിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് സമയത്തിനുള്ള വിലയല്ല എനിക്കിപ്പോൾ ഉള്ളത്. വ്യത്യാസമായിട്ടാണ് വേണമെങ്കിൽ പറയാൻ കേട്ടോ, ഉത്തരവാദിത്തങ്ങളില്ല എന്നുള്ളതല്ല. എന്നാൽ സമയം അധികം ലഭിക്കുന്ന ഒരാളുണ്ടായിരിക്കാം. ഈ ആൾക്ക് സമയം ദൈവത്തിന് കൊടുക്കുന്നതിലും നല്ലത് വിലയുള്ള വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടാവണം. സമയം വിലയുള്ളയാൾ സമയം കൊടുക്കണം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വിലയുള്ളതാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത്. ഇനി വിലയുള്ള എന്താണെന്ന് അറിയണമെങ്കിൽ നല്ലൊരു വഴിയുണ്ട്. നിങ്ങൾ ഇതിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈഗോ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വിലയുള്ളതാണ്. ഇത് ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. വർഷങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, സുഷ്മയെടുത്തെങ്കിലും ഈഗോ ഇല്ലാതെ ഒന്ന് പെരുമാറിയിട്ട് മരിക്കണം. കാരണം ഞാൻ ഒരു സംശയം, അവളൊരു സംശയം ചോദിച്ചെന്നിരിക്കട്ടെ, ഞാൻ അതൊന്ന് പറയും. 2ാമത്തെ തവണ എന്ത് പറയും? വിശേഷണനാമം കൂടെ ഓർത്ത്, വിശേഷണനാമം ഉപയോഗിക്കത്തില്ല, എന്നാലും നമ്മളെന്ത് ശബ്ദം ഉയർത്തി വേറെ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷ പ്രകടനം അതിൻ്റെ കൂടെ കാണും അല്ലേ? 2ാമത് ചോദിക്കും. 3ാമത് ചോദിച്ചാലോ? കഴുതേ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന്. അങ്ങനെ ഇല്ലാത്തവരുണ്ടായി, കഴുതയില്ലായിരിക്കും, ബാക്കിയല്ല വേറെ എന്തെങ്കിലും ആണോ? കുഴപ്പമില്ല, നിങ്ങൾ ചിരിക്കൊന്നും ചെയ്യരുത്. എനിക്ക് കാര്യം മനസ്സിലാകും. വീടുകളിലെ പ്രശ്നങ്ങൾ, പ്രസംഗം കേൾക്കുമ്പോൾ ചിരിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം.
ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മുടെ ഈഗോ നമുക്ക് വിലയുള്ളതാണ്. ഇത് കർത്താവിന് വേണ്ടി കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും അത് പ്രശ്നമുള്ള സ്ഥലം നമ്മുടെ വീട് തന്നെയാണ്. നമ്മളെ മക്കളോട് പെരുമാറുമ്പോൾ ദൈവത്തിന് സ്വാതന്ത്ര്യം. ഇനി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരം മനസ്സിലാക്കിയാൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും വിലയുള്ള എന്താ. അച്ഛാ വൈകിട്ട് നടക്കാൻ പോകാനായിട്ട് അങ്ങ് ഇറങ്ങാൻ നേരം പറഞ്ഞ അച്ഛാ ഇച്ചിരി വെള്ളം എടുത്തൊന്ന് അടുപ്പി വെച്ചിട്ട് പോകും. അടുപ്പി വെച്ച് തിരിഞ്ഞാൽ പറഞ്ഞാൽ മിറ്റം ഒന്ന് തൂത്തിട്ട് കൂടെ പോവാം. നടക്കാനുള്ള 15 മിനിറ്റ് എന്നുള്ളത് പിന്നെ 10 മിനിറ്റ്. മിറ്റം തൂത്ത് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ മനസ്സിലായ, നഷ്ടപ്പെടുന്നത് വിലയുള്ളതാണെന്ന് അറിയണമെങ്കിൽ ഇതുപോലുള്ള ഐറ്റങ്ങൾ അവിടെ കൊണ്ട് മീറ്റർ ഇട്ട് കൊടുത്താണ്. വീട്ടിൽ പരീക്ഷിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. എനിക്ക് ഉദാഹരണം പറയാൻ പോലും പ്രശ്നമുണ്ട്. പല നമുക്ക് അറിവുള്ള കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ഉദാഹരണം പറയാൻ പറ്റത്തില്ല. ഫുട്ബോൾ, ബ്രസീലിന്റെ കളി നടക്കുക. കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വീഡിയോ കോൾ മുതലാവും. പരിചയമില്ലാത്ത ആളാണെങ്കിൽ, വിശ്വാസിയൊക്കെയാണെങ്കിൽ പരമാവധി നമ്പർ അടിക്കും. അവസാനം ഒന്നുമില്ല, ഞാൻ നാട്ടിൽ നിന്നൊരു കോള് വരുന്നത്, അടിച്ചു കൂട്ടി. വിലയുള്ളത് അറിയണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നിങ്ങളുടെ സ്വന്തം, നിങ്ങൾ എന്തിനാണ് വില കൊടുക്കുന്നതെന്ന് അറിയണമെങ്കിൽ അത് നിങ്ങൾ തന്നെ പരീക്ഷിച്ചറിയണം. അങ്ങനെ ആ വിലയുള്ളത് ദൈവത്തിന് കൊടുക്കാൻ ശ്രമിക്കണം. ഈ സ്ത്രീ കൊടുത്തതാണ്. അവർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത്, ആട്ടി ഇറക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത്, ഒരു വിധത്തിലും അംഗീകരിക്കപ്പെടാത്ത, ഒരു വിധത്തിൽ നടക്കത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു ശുശ്രൂഷ ചെയ്യാനാണ് അവർ പോയത്. പക്ഷെ അതുകൊണ്ട് കിട്ടിയ മഹത്വം കുറച്ചൊന്നുമല്ല. ആ സമൂഹത്തിൽ മൊത്തമായിട്ട് ആ ഏറ്റവും മോശപ്പെട്ടവളായിട്ട് അകത്ത് കയറി ആ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നവളായിട്ട് തിരിച്ചിറങ്ങിപ്പോയി. ഇതാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് വരുന്ന മാറ്റം. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് നിങ്ങൾ വരുന്നത് എത്ര മോശപ്പെട്ടതായാലും നിങ്ങൾ പൂർണ്ണമായിട്ടും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തിരിച്ചു പോകുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വാങ്ങിയിട്ടായിരിക്കും. ദൈവത്തിന് സ്വാർത്ഥം. രണ്ടുപേർക്കും ലഭിച്ച മറുപടികൾ നമുക്കറിയാം. ഒരാൾ പ്രവാചകനെ നോക്കിയിരുന്നു, അനുഗ്രഹിക്കട്ടെ, ഒരു പ്രവാചകൻ കിട്ടി. നാട്ടുകാരെ മുമ്പിൽ മാനിക്കപ്പെട്ടാണ് ശിമോൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, അതിഥിയെ വിളിച്ചു വരുത്തി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. നമ്മളറിയത്തില്ല, ഈ വിളമ്പുന്നവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. സാമ്പാറൊക്കെ തീർന്നു കഴിയുമ്പോൾ ആ പാത്രത്തിൽ ഇട്ട് പറഞ്ഞിട്ട് കേൾപ്പിക്കും. തീർന്നൊന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിന് ഉറപ്പായിട്ട് തീർന്നു എന്നൊരാൾ വീണ്ടും ഉറച്ച് ചോദിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇനി അറ്റത്തൊന്നും ചോദിക്കല, ദൂരെ ഇരുന്നേ ചോദിക്കും. ദൈവത്തിന് സ്വാഗതം. അപ്രതീക്ഷിതമായിട്ട് അവന്റെ ഹൃദയം വായിച്ചറിഞ്ഞ യേശു, പ്രവാചകൻ എന്താണെന്ന് അവന് മനസ്സിലായി. ദൈവത്തിന് സ്വാഗതം. സമൂഹത്തിന്റെ നിലവാരം അനുസരിച്ചല്ല നമ്മൾ നന്ദിയെ പ്രകടിപ്പിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചനുസരിച്ചാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്. സമൂഹം പറയും നീ ശരിയാണ്, നീ ഓക്കെ, നീ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, മതി. അല്ല, യേശുവിന് നിന്നെക്കുറിച്ച് ആഗ്രഹമുണ്ട്, യേശുവിന് നിന്നെക്കുറിച്ച് പ്രതീക്ഷകളുണ്ട്, യേശുവിന് നിന്നെ ആവശ്യമുള്ള മേഖലയുണ്ട്. ദൈവത്തിന് സ്വാഗതം. നിനക്ക് ഏറ്റവും വിലയേറിയതിനായിട്ട് യേശു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്വാഗതം. നമ്മൾ ആരാധിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആരാധന എന്താണെന്ന് മനസ്സിലാക്കണം. ആ ആരാധന നിമിത്തം എന്തെങ്കിലും പ്രാപിച്ചുകൊണ്ടേ പോകാം. ദൈവത്തിന് സ്വാഗതം. നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ ബഹുമാനിക്കുന്നത്, എങ്ങനെയാണ് വചനത്തെ ബഹുമാനിക്കുന്നത്, എങ്ങനെയാണ് ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നത്, കേൾക്കുന്ന വചനത്തോട് നമ്മൾക്ക് എന്തുമാത്രം പ്രതിപത്തിയുണ്ട്, ഈ ബോധ്യം ദൈവത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്കുണ്ടായിരിക്കണം. ശിമോൻ കരുതിയതുപോലെ അലസമായിട്ട് ദൈവത്തെയും ദൈവവചനത്തെയും കരുതാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമായിരിക്കത്തില്ല ചെയ്യുന്നത്. എന്നാൽ ഹൃദയം പൂർണ്ണമായിട്ട് കൊടുക്കാൻ തയ്യാറായ, കണ്ടന്റ് പുറത്ത് കാണാൻ ഒന്നുമില്ലെങ്കിൽ പോലും, നമ്മൾ ആലോചിച്ച് നോക്കി, യേശുക്രിസ്തു ഒഴികെ ബാക്കി ആ വേദിയിലിരിക്കുന്ന മുഴുവൻ പേരോട് മാർക്കിടാൻ പറഞ്ഞാൽ
ശീമോനല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ആ സ്ത്രീക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ സമയത്ത് ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്തത് കയറി വന്നു. അശുദ്ധയായ ഒരു സ്ത്രീ ഏറ്റവും വിശുദ്ധനായ ഒരാളെ തൊടാൻ ശ്രമിച്ചു. അത് പോരാഞ്ഞിട്ട് അവിവാഹിതനായ ഒരു പുരുഷന്റെ കാൽക്കൽ ചുംബിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം അവൾക്കെതിരെയുള്ള കുറ്റകൃത്യമായി മാറി. പക്ഷേ അവളുടെ ഹൃദയം വായിച്ചറിഞ്ഞ ഒറ്റയാൾ മതി. മനസ്സിലായില്ലേ? നമ്മുടെ ഹൃദയം അറിയുന്ന യേശുക്രിസ്തു മാത്രം മതി നമ്മുടെ കൂടെ. ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും നമ്മുടെ ഹൃദയം വായിച്ചറിയുന്ന യേശുക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. നമ്മളെ കുറിച്ച് ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവൻ പറയും, ഇവൾ എനിക്ക് വേണ്ടി അയച്ച് ശുശ്രൂഷ ചെയ്തേക്കുന്നു, ഇവളുടെ പാപം ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് പറയേണ്ടത്. മനസ്സിലായില്ലേ? അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഹൃദയത്തിൽ ഒരാൾ വിചാരിച്ചപ്പോൾ തന്നെ അവനോട് സംസാരിച്ചു യേശു. അവളോട് തിരിഞ്ഞ് ശിമോനോട് സംസാരിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. വാക്യം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പറഞ്ഞാൽ അവളുടെ നേരെ തിരിഞ്ഞിട്ട് ശിമോനോട് സംസാരിച്ചു. വളരെ വിചിത്രമായ ഒരു പ്രയോഗം അത്. എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ശിമോനോട് സംസാരിക്കണമെങ്കിൽ ശിമോന്റെ നേരെ നോക്കിയാൽ സംസാരിക്കേണ്ടത്. ദൈവത്തിന് സ്വാതന്ത്ര്യം. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു യേശു ഉണ്ടെന്ന് മനസ്സിലാക്കും. ദൈവത്തിന് സ്വാതന്ത്ര്യം. മത്തായി സുവിശേഷത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, ഈ നോക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല, കേൾക്കുന്നുണ്ട് ഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ ഈ സ്ഥലത്തുണ്ട്, ഇവിടെ നടക്കുന്നെല്ലാം അറിയുന്നുണ്ട്, ഇവിടെ നടക്കുന്നെല്ലാം കേൾക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നെല്ലാം കാണുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല? ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സ്, നമ്മുടെ ആത്മാവിൽ നടക്കേണ്ട ഒരു പ്രോസസ്സ് മാത്രം നടക്കുന്നില്ല. കണ്ടിട്ടും കാണുന്നില്ല എന്നാ മലയാളത്തിൽ എഴുതിയേക്കുന്നത്. പക്ഷെ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ കുറച്ചുകൂടെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റും. നോക്കിയിട്ടും കാണാതിരിക്കുന്നു. ഞാൻ വരുത്തിയ മാറ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. കണ്ടിട്ടും കാണാതെയോ എന്നാണ് മലയാളത്തിലെ പരിഭാഷ. പക്ഷെ ഞാൻ പറഞ്ഞത് നോക്കിയിട്ടും കാണാതിരിക്കുക. അത് ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്, കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിഷന്റെ നെറ്റ് എഫക്റ്റ് നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. ഇതാണ് പ്രശ്നം. ഉപമകളെ കുറിച്ച് പറയുമ്പോഴാണ് യേശുക്രിസ്തു ഈ വാക്യം പറഞ്ഞത്. ദൈവത്തിന് സ്വാതന്ത്ര്യം. നമ്മൾ ദൈവത്തെക്കുറിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. മഹത്വമേറിയവനാണ് നമ്മുടെ സന്നിധിയിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്വാതന്ത്ര്യം. ഈ തിരിച്ചറിവോടെ വേണം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിക്കാനും നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാനും. അവൻ നമുക്ക് തരുന്ന ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് അവനായിട്ടൊരു പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് വളരെ ചെറിയതായിക്കോട്ടെ, പക്ഷെ അത് ദൈവസഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കണം. ആത്മാക്കളെ കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കണം. ഈ പദ്ധതികളിൽ നിലനിൽക്കുന്ന നിന്നെ ഒന്നും ചെയ്യാൻ ശത്രുവിന് കഴിയത്തില്ല. നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത് നമുക്ക് വേണ്ടി നിലനിൽക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. മരണോപ്രാളം എടുത്ത് നിലവിളിക്കുമ്പോൾ അവിടുന്ന് പതുക്കെ കയറ്റി സൈഡിലോട്ട് വയ്ക്കും. ഇതേ ദൈവത്തിന് പറ്റുന്നു. എന്നാൽ ദൈവത്തിന് ആഗ്രഹിക്കുന്ന വഴിയിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ അറിയാത്ത പ്രൊട്ടക്ഷൻ, നിങ്ങൾ അറിയാത്ത പ്രൊവിഷൻ, ഇത് രണ്ടും ഇങ്ങനെ നിങ്ങളുടെ കൂടെ വന്നുകൊണ്ടേയിരിക്കും. മരുഭൂമി യാത്രയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മോശ ആ വഴിക്ക് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടെ വേണ്ടതെല്ലാം ഇങ്ങനെ അതിൻ്റെ പുറകെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ ഈ സമയത്ത് നമുക്ക് വേണ്ടി ചിന്തിക്കുകയും നമ്മളെ ആ പഴയ കാര്യങ്ങൾ ഓർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മരുഭൂമി കിടന്ന് നമ്മൾ ചാവത്തേ ഉള്ളൂ, നമ്മൾ അങ്ങേ അറ്റത്തെത്തും. ദൈവത്തിന് സ്വാഗതം. മരുഭൂമി യാത്രയിൽ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ചില പ്രവൃത്തികൾ ചെയ്ത് ഇത് പൂർത്തീകരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വളരെ ഞാൻ ഈ വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച് കർത്തമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്വാഗതം.